Hello, good morning, students. Today we are going to study geothermal system, hot spring structure, geothermal gradient. Geothermal system means it is a natural heat transfer. That is, the heat is confined inside the earth crust or volume, and that heat is transported to the surface of the earth. So there are many manifestations of this process. That means through hot springs or geysers or volcanoes. That means we can say these are all seismic events. So through natural seismic events, the heat comes from the earth's crust to the surface. ജിയോതെർമൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു പ്രകൃതിയിലുള്ള തന്നെ ഉള്ള ഒരു ഭൂമിയുടെ കാമ്പിനുള്ളിൽ ക്രസ്റ്റിനുള്ളിൽ ഉള്ള ഹീറ്റിൽ നിന്നും ഭൂമിയുടെ സർഫസിലേക്ക് വരുന്ന ഹീറ്റ് ആ ഭൂമിയുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന കൺഫൈൻഡ് വോളിയം, ഒരു പ്രത്യേക വോളിയമിനുള്ളിൽ ട്രാപ്പ് ചെയ്തിരിക്കുന്ന ഹീറ്റിനെയാണ് ജിയോ തെർമൽ സിസ്റ്റം എന്ന് പറയുന്നത്. ആ സിസ്റ്റത്തിലെ ഹീറ്റ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു? ട്രാൻസ്പോർട്ടഡ് ഫ്രം എ ഹീറ്റ് സോഴ്സ് ടു എ ഹീറ്റ് സിങ്ക്, യൂഷ്വലി ദ ഫ്രീ സർഫസ്. അതിൽ നിന്നും നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഭൂമിയുടെ സർഫസിലേക്ക് ഈ ഹീറ്റിനെ കൊണ്ടുവന്ന് നമ്മുടെ ഇലക്ട്രിക്കൽ പർപ്പസിനും ഇലക്ട്രിക്കൽ പ്രൊഡക്ഷനും മറ്റ് ആപ്ലിക്കേഷനും ഉപയോഗിക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഈ ജിയോതെർമൽ സിസ്റ്റം ഹീറ്റ് മുകളിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതിയായി പ്രകൃതിയിൽ കാണപ്പെടുന്ന സീസ്മിക് ഇവൻറ്റ്സ് വഴിയാണ് ഈ ചൂട് പുറത്തേക്ക് വരുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ കണ്ടിന്യൂസ് ജിയോതെർമൽ നോയ്സ്, ട്രെമർ ഓർ ഷോർട്ട് സീസ്മിക് ഇവൻറ്റ്സ്, വോൾക്കാനോയ്സ്, അങ്ങനെയുള്ള വോൾക്കാനിക് ആക്ടിവിറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെയും ആ സ്ഫോടനങ്ങളിലൂടെ ഹീറ്റ് പുറത്തു വരുന്നു. പക്ഷേ ഭൂമിക്ക് ആവശ്യമായ, മനുഷ്യർക്ക് ആവശ്യമായ ചൂട് എടുക്കാൻ വേണ്ടി നമ്മൾ പല ജിയോതെർമൽ സിസ്റ്റം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബേസിക്കലി ഭൂമിയുടെ ഉള്ളിൽ അകപ്പെട്ടിരിക്കുന്ന പ്രത്യേക വോളിയത്തിൽ ട്രാപ്പ് ചെയ്തിരിക്കുന്ന ചൂടിനെയാണ് ജിയോതെർമൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഹോട്ട് സ്പ്രിംഗ് ആർ ഹീറ്റഡ് ബൈ ജിയോതെർമൽ ഹീറ്റ്, ദാറ്റ് ഹീറ്റ് ഫ്രം ദ എർത്ത് ഇന്റീരിയർ. അതായത് ഭൂമിയുടെ ഏറ്റവും ഉള്ളിൽ കാണപ്പെടുന്ന ജിയോതെർമൽ ഹീറ്റ് കൊണ്ട് ചൂടാക്കപ്പെടുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ്, ഒരു പ്രത്യേക സ്ഥലത്തിനെയാണ് ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോട്ട് സ്പ്രിങ്സിൻ്റെ ഹീറ്റ് വരുന്നത് എവിടെ നിന്നാണ് വെച്ച് കഴിഞ്ഞാൽ ജിയോതെർമൽ സിസ്റ്റത്തിൽ നിന്നാണ്. ജിയോതെർമൽ സിസ്റ്റം ഈസ് എ സിസ്റ്റം വിച്ച് ഇസ് ഇൻസൈഡ് ദ എർത്ത് ഇന്റീരിയർ. ഇൻ വോൾക്കാനിക് ഏരിയാസ് വാട്ടർ മേ കം ഇൻ ടു കോൺടാക്ട് വിത്ത് വെരി ഹോട്ട് റോക്ക് ഹീറ്റഡ് ബൈ മാഗ്മ. വെള്ളം, ഈ അഗ്നിപർവ്വത സ്ഫോടന ഏരിയയിലുള്ള ഭൂമിയിലുള്ള വെള്ളം ഈ വളരെ ചൂടുള്ള റോക്ക്, അതായത് റോക്ക് എന്ന് വെച്ചാൽ പാറകളുമായി ബന്ധപ്പെടുന്നു, അതുമായി അടുത്ത് വരുന്നു. ഈ വെള്ളം ഡീപ്ലി percolates enough to the crust. It becomes in contact with the hot rocks and circulated to the surface to form hot springs. ഈ വെള്ളം ഭൂമിയുടെ ക്രസ്റ്റിൽ പോയി ഈ ഹോട്ട് റോക്സുമായി അടുത്ത് അതുമായി ഫിസിക്കൽ കോണ്ടാക്റ്റായി അതിൽ നിന്നും സർക്കുലേറ്റ് ചെയ്ത് സർഫസിൻ്റെ മുകളിലേക്ക് ഹോട്ട് സ്പ്രിങ്സ് ആയി മുകളിലേക്ക് വരുന്നതിനെയാണ്, ആ ചൂട് വെള്ളത്തിനെയാണ് ഹോട്ട് സ്പ്രിങ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ ഫോട്ടോയിൽ കാണുന്നത് ഒരു ഹോട്ട് സ്പ്രിംഗ് ആണ്. ഭൂമിയുടെ സർഫസിൽ ഒരു വെള്ളം ചൂടായി കാണപ്പെടുന്നു, ചൂട് വെള്ളം കാണപ്പെടുന്നു. എങ്ങനെയാണ് വന്നത്? ഇറ്റ് ഈസ് ബൈ ദ എമർജൻസ് ഓഫ് ജിയോതെർമലി ഹീറ്റഡ് ഗ്രൗണ്ട് വാട്ടർ. അപ്പോൾ ജിയോതെർമൽ എനർജി സിസ്റ്റത്തിലെ ഹീറ്റ് കൊണ്ട് ഗ്രൗണ്ട് വാട്ടർ ചൂടാക്കപ്പെടുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഫ്ലോൺ ഇൻ ടു ദ സർഫസ് ഓഫ് ദ എർത്ത്. ഭൂമിയുടെ സർഫസിലേക്ക് അത് ഒഴുകിയെത്തുന്നു. ഇതിനെയാണ് നമ്മളിവിടെ കാണപ്പെടുന്ന ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്നത്. ഇനി ഗ്രൗണ്ട് വാട്ടർ ആണ് ഇത് ചൂടായി ഹോട്ട് സ്പ്രിംഗ് ആയി മാറിയത്. ഇനി താഴെയുള്ള വെള്ളം എർത്തിലെ ക്രസ്റ്റിലേക്ക് പോയി ചൂടായി മുകളിലേക്ക് വരുന്ന സിറ്റുവേഷനുമുണ്ട്. ഇനി താഴെയുള്ള വെള്ളം തന്നെ ചൂടായി മുകളിലേക്ക് വരുന്നതും ഹോട്ട് സ്പ്രിംഗ് ആകാം.
ഇനി ദ ഗ്രൗണ്ട് വാട്ടർ ഈസ് ഹീറ്റഡ് ഏതർ ബൈ ഷാലോ ബോഡീസ് ഓഫ് മാഗ്മ മോൾട്ടൺ റോക്ക്, ഏറ്റവും ചൂടുള്ള മാഗ്മ റോക്കുമായി അതിൻ്റെ ചൂട് കൊണ്ടും നമുക്ക് എന്ത് ഈ ഗ്രൗണ്ട് വാട്ടർ ചൂടാകാം, മറ്റു ഹോട്ട് സ്പ്രിംഗ് ഉണ്ടാകാം. ഓർ ബൈ സർക്കുലേഷൻ ത്രൂ ഫോൾസ് ഇൻ ടു ദ ഹോട്ട് റോക്ക് ഡീപ്പ് ഇൻ ദ എർത്ത് ക്രസ്റ്റ്. ഭൂമിയുടെ ക്രസ്റ്റ്, അതായത് ഭൂമിയുടെ ഉള്ളിലുള്ള ഭാഗം, ക്രസ്റ്റ് എന്ന് പറയുന്നത് ഭൂമിയുടെ നമ്മൾ 3-4 പാളികളായി തിരിച്ചിട്ടുള്ള ഒരു പാളിയാണ്, ഏറ്റവും പുറത്തെ പാളിയാണ്. ആ ക്രസ്റ്റിലുള്ള ഹോട്ട് റോക്കുകളിലേക്ക് ഈ വെള്ളം ചെറിയ ഫോൾട്ടുകളിലൂടെ, ചെറിയ പോർസിലൂടെ പോയി ചൂടാകുകയും ചെയ്യാം. 2 കേസാണെങ്കിലും ശരി, ഈ ചൂടിൻ്റെ സോഴ്സ്, അതിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് ദ ഹീറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ റേഡിയോ ആക്റ്റീവ് ഡീക്കേ ഓഫ് നാച്ചുറലി ഒക്കറിംഗ് എലമെൻറ്റ്സ് ഇൻ ദ എർത്ത്സ് മാൻഡിൽ. ക്രസ്റ്റിന് താഴെയുള്ള മാൻഡിലെ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ്, അതായത് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഡീക്കേ പ്രോസസ്സ്, ന്യൂക്ലിയർ വിഘടനം എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് ആ ചൂടിൽ മാൻഡിൽ നടക്കുന്ന റേഡിയോ ആക്റ്റീവ് ഡീക്കയിലെ ചൂടാണ് ഈ ക്രസ്റ്റിലെ പാറകൾ ചൂടായി അതിൽ നിന്നും വെള്ളം ചൂടാകാൻ കാരണമായി തീരുന്നത്. ഇത് നമ്മൾ ഈ കാണുന്നത് ഹോട്ട് സ്പ്രിങ്ങിലെ വെള്ളം എങ്ങനെയാണ് ഇത് മുകളിലേക്ക് വരുന്നത് എന്നുള്ള ഒരു പടമാണ് നമ്മൾ കാണുന്നത്. ഇത് 6000 മീറ്റർ താഴെ, ഭൂമിയുടെ സർഫസിൽ നിന്ന് 6000 മീറ്റർ താഴെയാണ് ഈ ഏരിയ. ഈ ഏരിയയിൽ കാണപ്പെടുന്ന കൺവെക്റ്റിംഗ് മാഗ്മ, ചൂടുള്ള അഗ്നിപർവ്വതം, അത് ലിക്വിഡ് ഫേസിലാണ്. അതിൽ നിന്നും ഹീറ്റ് ഒഴുകി ഇവിടെ കാണുന്ന ഈ സൈഡിൽ, വലത് സൈഡിൽ കാണപ്പെടുന്ന റോക്കുകൾ, പാറകളിൽ ഹീറ്റ് എത്തുന്നു. ഇനി അവിടെ നിന്നും മുകളിലേക്ക് കുറച്ചുകൂടെ പോയാൽ വാട്ടർ വിത്ത് ഡിസോൾവ്ഡ് ഗ്യാസസ്, അവിടെ കുറച്ച് വെള്ളം, ഗ്യാസുകളുമുണ്ട്. അതിന് കുറച്ച് മുകളിലാണ് ശുദ്ധമായ ചൂടുവെള്ളമുള്ളത്. ഈ ശുദ്ധമായ ചൂടുവെള്ളത്തിൽ നിന്നാണ് ഭൂമിയുടെ സർഫസിലേക്ക് ചൂടുവെള്ളം ഈ ചെറിയ ആവിയായി ഈ കാണുന്ന ഈ സർഫസിൽ തന്നെയാണ് ഈ കാണുന്ന പ്യൂർ ഹോട്ട് വാട്ടർ ഉള്ളത്. അപ്പോൾ ഈ വാട്ടർ വിത്ത് ഡിസോൾവ് ഗ്യാസസിന് താഴെ കാണുന്ന പെർമിയബിൾ ലോക്സ്, അതായത് ചെറിയ വിടവുകളുള്ള പാറകൾ, ആ പാറകളിലൂടെ ഈ ചൂട് മുകളിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഏറ്റവും താഴെയുള്ള ഇംപെർമിയബിൾ മാഗ്മ, അതിന് മുകളിലാണ് പെർമിയബിൾ റോക്സ്. പിന്നെ ഇവിടെ നമ്മൾ പടത്തിൽ കണ്ടത് പെർമിയബിൾ, റൈറ്റ് സൈഡിൽ കാണുന്നത് പെർമിയബിൾ റോക്സ് ആണ്. ഏറ്റവും താഴെ ഇംപെർമിയബിൾ മാഗ്മ, പെർമിയബിൾ റോക്സ്, അതിന് താഴെ ക്രിസ്റ്റലൈൻ റോക്സ് കൊണ്ട്. എന്നാലും ചൂട് ഈ പിന്നെ മുകളിലേക്ക് സഞ്ചരിക്കുന്ന ചൂട് അവസാനം വാട്ടർ ഒരു ലെയറിൽ, കുറച്ച് 3000 കിലോമീറ്റർ മുകളിൽ കാണപ്പെടുന്ന വെള്ളത്തിൻ്റെ മേഖല വിത്ത് ഡിസോൾവ്ഡ് ഗ്യാസസിലാണ്. ആ വെള്ളം ചൂടായതിനു ശേഷമാണ് പ്യുവർ ഹോട്ട് വാട്ടറായി മുകളിലേക്ക് വരുന്നത്. ഈ വാട്ടർ സർക്കുലേറ്റ് ചെയ്യുന്ന ലൈൻസിനെയാണ് നമ്മൾ ഫോൾട്ട് ലൈൻസ് എന്ന് പറയുന്നത്. ആസ് ഇറ്റ് ഗോസ് ഡൗൺ ആൻഡ് മൂവ്സ് ഇൻ ദ ഇന്റീരിയർ ഇറ്റ് ഈസ് ഹീറ്റഡ് ബൈ ദ പെർമിയബിൾ ലെയർ വിച്ച് ഇൻ ടേൺ ഹീറ്റഡ് ബൈ ദ കണ്ടക്ഷൻ ഓഫ് ഹീറ്റ് ഫ്രം ദ മാഗ്മ. താഴേക്ക് ഈ വെള്ളം, ഈ മുകളിലേക്ക് വരുന്ന വെള്ളം ചൂടാകുന്നു. പിന്നെ അത് കൂടാതെ ഈ പടത്തിൽ കാണപ്പെടുന്ന ഫോൾട്ട് ലൈൻസ്, ബാക്ക് ഫ്ലോ ഓഫ് വാട്ടർ, ഈ വെള്ളം വീണ്ടും താഴേക്ക് തന്നെ ഒഴുകുന്നു, വീണ്ടും ചൂടാകാനായി താഴേക്ക് ഒഴുകുന്നു. അത് രണ്ടാമതും അത് ചൂടാക്കി എങ്ങനെയാണ് കണ്ടക്ഷൻ ഓഫ് ഹീറ്റ് ഫ്രം ദ മാഗ്മയിൽ നിന്നും ഹീറ്റ് കണ്ടക്ഷനിലൂടെ മുകളിലേക്ക് വരുന്നു. ദ ഹോട്ട് വാട്ടർ കംസ് ഔട്ട് ത്രൂ അനദർ ഫോൾട്ട് ആൻഡ് ഫോംസ് ഹോട്ട് സ്പ്രിംഗ്. ഈ വെള്ളം ചൂടായി വീണ്ടും മുകളിലേക്ക് പോയി ഹോട്ട് സ്പ്രിംഗ് ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് ഹോട്ട് സ്പ്രിങ്സ് ഉണ്ടാകും. ഹോട്ട് സ്പ്രിംഗ് മീൻസ് ദ ഹോട്ട് വാട്ടർ വിച്ച് ഈസ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ആൻഡ് ഇറ്റ് ഈസ് ഹീറ്റഡ് from the heat of the magma, and that magma heat is obtained by the radioactive decay of the elements in the mantle. Okay, so next topic is geothermal gradient. Geothermal gradient is the measure, or it is a rate of temperature change with respect to the depth of the earth. ഭൂമിയുടെ ഡെപ്ത്, ആഴം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറിലുള്ള മാറ്റത്തിനെയാണ് ജിയോതെർമൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. സാധാരണ നിയമം അനുസരിച്ച് ദ ക്രസ്റ്റ് ടെമ്പറേച്ചർ ഈസ് റൈസിംഗ് വിത്ത് ഡെപ്ത് ഡ്യൂ ടു ദ ഹീറ്റ് ഫ്ലോ ഫ്രം ദ മച്ച് ഹോട്ടർ മാൻഡിൽ. ഈ ഏറ്റവും പുറത്തെ പാളിയായ ക്രസ്റ്റിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് റൈസിങ്, ചൂട് കൂടുന്നു, വിത്ത് ഡെപ്ത്, താഴേക്ക് ആഴം കൂടുന്നതിനനുസരിച്ച് ചൂട് കൂടുന്നു.
എന്തുകൊണ്ട്? ഡ്യൂ ടു ദ ഹീറ്റ് ഫ്ലോ ഫ്രം ദ മച്ച് ഹോട്ടർ മാൻഡിൽ. ഏറ്റവും അതിന് താഴെയുള്ള ഏറ്റവും ചൂടുള്ള, അതിനേക്കാളും ചൂടുള്ള മാൻഡിൽ എന്ന് പറയുന്ന ഏരിയയിലെ ചൂട് ഒഴുക്ക് കൊണ്ട്, ചൂടിൻ്റെ പ്രവാഹം കൊണ്ട് ഏറ്റവും മുകളിലത്തെ ക്രസ്റ്റിൻ്റെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുന്നു. Away from the tectonic plate boundaries, temperature rises 25 to 30 degree Celsius per kilometer of depth near the surface in most of ലോകത്തിലെ മിക്ക സർഫസുകളിലും മിക്ക ഏരിയകളിലും 1 കിലോമീറ്ററിന് 30 ഡിഗ്രി സെൽഷ്യസ് വെച്ച് ഈ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുന്നു. താഴേക്ക് 1 കിലോമീറ്റർ പോകുന്നതിനനുസരിച്ച് 30 ഡിഗ്രി സെൽഷ്യസ്, ഓരോ കിലോമീറ്റർ 30 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ജിയോ തെർമൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് വി ക്യാൻ സേ, ഇതിനെ മെഷർ ചെയ്യുന്നത്, ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ദ എമൗണ്ട് ദാറ്റ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ഡെപ്ത്. ഓരോ കിലോമീറ്ററിനും ഭൂമിയുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന എമൗണ്ടിനാണ് ജിയോ തെർമൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഹീറ്റ് ഫ്ലോയിനെയാണ് സൂചിപ്പിക്കുന്നത്. ദ ഹീറ്റ് ഫ്ലോയിങ് ഫ്രം ദ എർത്ത്സ് ഇൻറ്റീരിയർ ടു ദ സർഫസ്. എത്രത്തോളം എത്ര എമൗണ്ട് ഹീറ്റ് ഉള്ളിൽ നിന്നും സർഫസിലേക്ക്, ഭൂമിയുടെ സർഫസിലേക്ക് ഒഴുകുന്നു എന്നതിന് ഒരു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു മെഷറാണ്, ഒരു ക്വാണ്ടിറ്റിയാണ് ജിയോ തെർമൽ ഗ്രേഡിയൻ്റ്. സാധാരണ ആവറേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ കിലോമീറ്ററിനും 25 ഡിഗ്രി സെൽഷ്യസ് ആണ് ജിയോ തെർമൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ, ഇവിടെ ടെമ്പറേച്ചറാണ് എക്സ് ആക്സിൽ, താഴെ ഡെപ്താണ്. അപ്പോൾ ഓരോ ടെമ്പറേച്ചർ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഡോട്ട് ഇട്ടിരിക്കുന്നത് ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണപ്പെടുന്നത് ആദ്യം കുറേ 1000 ഫീറ്റ് വരെ ടെമ്പറേച്ചർ കുറച്ച് കുറയുകയും പിന്നീട് കൂടുകയും പിന്നീട് 2000-ലെത്തുമ്പോൾ വീണ്ടും കുറയുകയും പിന്നെ 2000-ന് ശേഷം നല്ലപോലെ കൂടുകയും അത് പിന്നെ സെൻറ്ററിൽ എത്തിച്ചേരുകയും ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ കൂടുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എർത്തിൻ്റെ ജിയോ തെർമൽ ഗ്രേഡിയൻറ്റിൻ്റെ ഗ്രാഫാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുതന്നെയാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ ഡെപ്ത് കിലോമീറ്ററിലാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ 1000-2000 കിലോമീറ്റർ അനുസരിച്ച് ഇവിടെ ടെമ്പറേച്ചർ നല്ലപോലെ ഒരു ലെവലിൽ കൂടുന്നു. പിന്നെ അതിനുശേഷം വളരെയധികമായി കൂടുന്നു. ഇന്നർ കോറിലെത്തുമ്പോൾ ഏകദേശം കോൺസ്റ്റൻ്റ് ആയി മാറുന്നു. ഓക്കെ, so this is what the geothermal gradient. Again another figure, see the radius. ഭൂമിയുടെ റേഡിയസിൽ എത്തുമ്പോൾ ഉള്ള ടെമ്പറേച്ചർ 7000 കെൽവിനാണ്. അത് ഇവിടെ ഇൻക്രീസ്, ഇതിപ്പോൾ y ആക്സിസിൽ ടെമ്പറേച്ചർ ആയതുകൊണ്ട് ഇത് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അത് വേറൊരു സ്ലോപ്പിലാണ് അതിനുള്ളിൽ ഔട്ടർ കോറിൽ നടക്കുന്ന സ്ലോപ്പ് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്. മാൻഡിലിൽ വേറൊരു സ്ലോപ്പിലാണ്. അതുപോലെ ക്രസ്റ്റിൽ വേറൊരു സ്ലോപ്പിലാണ്. അപ്പോൾ പല സ്ലോപ്പിലായിട്ടാണ് ഈ ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഓരോ ലെയറിലും പല വാല്യൂ ആയിരിക്കും, പല സ്ലോപ്പ് ആയിരിക്കും, പല ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ആയിരിക്കും. ഓക്കെ, ദ ടെമ്പറേച്ചർ മേ ഡ്രോപ്പ് വിത്ത് ഇൻക്രീസിങ് ഡെപ്ത്, എസ്പെഷ്യലി നിയർ. ഈ ഭൂമിയുടെ ഏറ്റവും അടുത്ത സർഫസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആദ്യത്തെ 1-2 കിലോമീറ്ററുകളിലൊക്കെ ടെമ്പറേച്ചർ കുറയുന്നതായിട്ട് കാണും. ഇതിനെ നെഗറ്റീവ് ജിയോ തെർമൽ ഗ്രേഡിയൻ്റ് എന്ന് പറയും. സ്ട്രിക്ട്ലി സംസാരിക്കുകയാണെങ്കിൽ ജിയോ തെർമൽ നെസസറിലി റെഫേഴ്സ് ടു ദ ഇറ്റ് ഈസ് റിയലി റെഫേഴ്സ് ടു ദ പർട്ടിക്കുലർ പോയിന്റ്. കിലോമീറ്റർ അല്ല, ഒരു ചെറിയ സ്ഥലത്തിൻ്റെ ജിയോ തെർമൽ ഗ്രേഡിയൻ്റ് ആണ് നമ്മൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജിയോ തെർമൽ ഗ്രേഡിയൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഈ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മേജർ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. പൊട്ടാസ്യം, യുറാനിയം ആൻഡ് തോറിയം. പിന്നെ കോറിലെ ടെമ്പറേച്ചർ നമുക്കറിയാം, ഏറ്റവും ഉള്ളിൽ നടുക്കത്തെ ഒരു ലെയറിലെയാണ് കോർ എന്ന് പറയുന്നത്. അതിന് 4000 മുതൽ 7000 കെൽവിൻ വരെ ടെമ്പറേച്ചർ ഉണ്ട്. പ്രഷർ എന്ന് പറയുന്നത് 3.6 മില്യൺ അറ്റ്മോസ്ഫിയർ. നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള പ്രഷറിൻ്റെ 3.6 ദശലക്ഷം 36 ലക്ഷം ഇരട്ടി പ്രഷറാണ് എർത്തിൻ്റെ കോറിലുള്ളത്. സോ റീസൺ എന്താണെന്ന് പറയുന്നു, ബിക്കോസ് ഓഫ് ദ റേഡിയോ ആക്റ്റീവ് ഡീകേ എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് ആൻഡ് എർത്തിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഏർലി ഇൻ ദ എർത്ത്സ് ഹിസ്റ്ററി, ഏറ്റവും ആദ്യത്തെ സമയത്ത്, ഭൂമി ഉണ്ടായ ആദ്യത്തെ സമയത്ത്, ബിഫോർ ന്യൂക്ലിയേറ്റ്സ് വിത്ത് ഷോർട്ട് ഹാഫ് ലൈവ്സ് had been depleted, Earth's heat production would have become much higher. അതായത് ഈ ന്യൂക്ലിയർ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയസുകൾ
വളരെ ഷോർട്ട് ഹാഫ് ലൈഫുള്ള വീണ്ടും ഒരുപാട് ഉണ്ടായിരുന്നെങ്കിൽ, റിപ്പീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ഭൂമിയുടെ ചൂട് വീണ്ടും കൂടുമായിരുന്നു. മാത്രമല്ല ഈ ചൂടിൻ്റെ പ്രൊഡക്ഷൻ, ഭൂമിയിലെ ചൂടിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ട്വൈസ് ദാറ്റ് ഓഫ് പ്രസൻറ്റ് ഡേ അറ്റ് അപ്രോക്സിമേറ്റ്ലി 3 ബില്യൺ, 3 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പത്തേക്കാളും ഇരട്ടിയായിട്ടുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് കൂടുന്നുണ്ട്, ഭൂമിക്കുള്ളിലെ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഈ മാൻഡിൽ കൺവെക്ഷൻ, പ്ലേറ്റ് ടെക്ടോണിക്സ് എല്ലാം വളരെ എന്ത് ചെയ്യുന്നു, അവിടെയെല്ലാം നമ്മൾക്ക് ഈ ഇഗ്നിയസ് റോക്സിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു. കാരണം മാൻഡിൽ കൺവെക്ഷൻ, പ്ലേറ്റ് ടെക്ടോണിക്സ് ഇതൊക്കെ നടക്കുന്ന പ്രോസസ്സുകൾ പണ്ടത്തെക്കാളും കൂടിയിട്ടുള്ളതായി കാണപ്പെടുന്നു. ഇനി ഏറ്റവും മുകളിലത്തെ ജിയോതെർമൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൊണ്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ദ അപ്പർ മോസ്റ്റ് ലേയേഴ്സ് ഓഫ് ദ സോളിഡ് പ്ലാനറ്റ് ആർ അറ്റ് ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ബൈ ദ ലോക്കൽ വെതർ. അതായത് ആ ലോക്കൽ എന്ന് വെച്ചാൽ ആ പ്രത്യേക പ്രദേശത്തെ പിന്നെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ആണ് ഏറ്റവും മുകളിലത്തെ ലേയേഴ്സ് എന്ന് പറയുന്ന ഭൂമിയുടെ ഏറ്റവും മുകളിലത്തെ ലേയേഴ്സിൻ്റെ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, so the top 100 of meters reflect past climate change. Descending further, warmth increases steadily as interior heat source begins to dominate. ആദ്യത്തെ കുറേ 100 കണക്കിന് മീറ്റേഴ്സുകൾ റിഫ്ലക്ട് പാസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച്, ക്ലൈമറ്റ് ചേഞ്ചുകൾ അനുസരിച്ച് ആ ടെമ്പറേച്ചർ ജിയോതെർമൽ ഗ്രേഡിയൻറ്റിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നതായി കാണപ്പെടുന്നു. So this is what we understood about geothermal. So we understood two topics. That is, one is hot spring. It is one manifestation of the geothermal system. Geothermal system എന്ന് പറയുന്നത് ചൂട്, ഭൂമിയുടെ ഉള്ളിലുള്ള ചൂടാണ്. അത് പുറത്തേക്ക് വരുന്നതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് hot springs. രണ്ടാമത് വാട്ട് ഈസ് geothermal gradient? That is, how can you measure, understand the heat flow from the interior to the surface of the earth. ഭൂമിയുടെ ഉള്ളിൽ നിന്നും ചൂട് എത്രത്തോളം സർഫസിലേക്ക് വരുന്നു എന്നതിനെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ ആണ്, ഒരു ക്വാണ്ടിറ്റിയാണ് ജിയോതെർമൽ ഗ്രേഡിയൻറ്റ്. വാട്ട് യു മീൻ ബൈ ദാറ്റ് എന്നുള്ള എക്സ്പ്ലനേഷനാണ് നമ്മൾ ഇന്ന് കണ്ടത്. സോ ദാസ് വി കം ടു ദ എൻഡ് ഓഫ് ദിസ് പർട്ടിക്കുലർ ക്ലാസ്. താങ്ക് യു.